മുൻ AICC അംഗമായിരുന്ന സിമി റോസ്ബെൽ ജോണിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. സ്വകാര്യ TV ചാനൽ നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസിലെ വനിതാ നേതാക്കളെ അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അച്ചടക്ക നടപടി. അമൽ തേനമ്പ്ര വിവരങ്ങളുമായിട്ട്. അമൽ, കോൺഗ്രസിലും പവർ ഗ്രൂപ്പുണ്ട് അല്ലെ? പ്രതിപക്ഷ നേതാവ് ഒക്കെ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ്. ഒപ്പം തന്നെ പ്രതിപക്ഷ സ്ത്രീകൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ഇവർ ഉന്നയിച്ചത് അല്ലേ? ഒരു മാധ്യമത്തോട് നടത്തിയ പ്രതികരണത്തിലാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി സിമി റോസ്ബെൽ രംഗത്തെത്തിയത്. അതിന് പിന്നാലെ തന്നെ സിമിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളെല്ലാം KPCCക്കും AICCക്കും പരാതി നൽകിയിരുന്നു. KPCC പ്രസിഡന്റ് K സുധാകരനും അതോടൊപ്പം തന്നെ ദീപാദാസ് മുൻഷിക്കും, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, ദീപാദാസ് മുൻഷിക്കും പരാതി നൽകി. കേരളത്തിലെ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന വനിതാ നേതാക്കളെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന പ്രസ്താവനയാണ് സിമി നടത്തിയതെന്നും സിമിക്കെതിരെ നടപടി വേണമെന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണം എന്നുള്ളതുമായിരുന്നു ജബി മേത്തർ, അതോടൊപ്പം തന്നെ ബിന്ദു കൃഷ്ണ, ദീപ്തി മേരി വർഗീസ്, PK ജയലക്ഷ്മി അടക്കമുള്ള അൽപ്പറ്റ ജെലിമിയിലെ അടക്കമുള്ള നേതാക്കന്മാരുടെ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഈ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ സിമി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് കോൺഗ്രസിൽ ഒരു പവർ ഗ്രൂപ്പ്, മറ്റ് സിനിമയിലെ പവർ ഗ്രൂപ്പിൻ്റെ കാര്യമൊക്കെ പറയുന്നത് പോലെ അത്തരത്തിലൊരു പവർ ഗ്രൂപ്പ് കോൺഗ്രസിലുണ്ട്. ഒരു സ്ഥാനമാനമൊക്കെ ഒരു വനിതാ നേതാവിന് ലഭിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഒരു സ്വതന്ത്ര അഭിപ്രായം പോലും തുറന്നു പറയാൻ പറ്റാത്ത ഒരു സംവിധാനമായി കോൺഗ്രസ് പാർട്ടി മാറി തുടങ്ങിയ ഗുരുതരമായ പരാമർശങ്ങൾ സിമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ വളരെ ചെറിയ കാലം കൊണ്ട് പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളിലേക്ക് എത്തിയ ആളാണ് സിമിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാതിരുന്നിട്ടില്ല. കഴിഞ്ഞ കുറേ കാലമായി സംഘടനാ സംവിധാനത്തിന് പുറത്ത് നിശബ്ദമായി നിൽക്കുന്ന ഒരാളാണ്. അതിനാൽ തന്നെയാണ് ഈ സ്ഥാനങ്ങളിലേക്കൊന്നും സിമിക്ക് എത്താൻ കഴിയാതെ പോയത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിച്ചിരുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് കൂടി പരസ്യമായി സിമിയെ തള്ളി പറഞ്ഞതോടുകൂടി നടപടി ഉറപ്പായിരുന്നു. ഇപ്പോഴെന്തായാലും പഴയ AICC അംഗവും അതോടൊപ്പം തന്നെ PSC അംഗവുമായിരുന്ന സിമിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പ് KPCCയിൽ നിന്ന് വന്നിട്ടുണ്ട്. K സുധാകരന്റെ നടപടിയാണ് ലിജു ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേലെ മലയാള സിനിമയിലുണ്ടായ വിവാദങ്ങൾക്കൊപ്പം ചേർന്നാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലും അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ നടപടിയും വന്നിരിക്കുന്നു. സിമി റോസ്ബെലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കിയിരിക്കുകയാണ്. അമലാണ് വിവരങ്ങൾ നൽകിയത്.